എന്തിന് കുളിപ്പിക്കേണ്ടതെന്ന് നിനക്ക് പനി വരണം. എനിക്ക് പനി വരണം. പനി പനി പനി. ഇവിടെ കൂട് കഴുകാണ്ട് കുറെ ദിവസമായി. വെള്ളമൊഴിച്ച് വെച്ചിട്ട് ദോശ വേണം. ദോശ കരുത്തിയാണ്. ദോശ കരുത്തി ഇഡലി, ദോശ, ചോറ്. ചക്ക വേണ്ട. നമ്മൾ ഹൈടെക്കാണ് ആള്. ഹൈടെക്. 2 ദോശ. അധികം കൊടുത്താൽ വേറൊന്നും തിന്നൂല. വേദന സ്പീഡാക്കി. കൂട് കഴുകിയിട്ട് നിന്നെ കൊതു കടിക്കും. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിന്ന്. ദോശയും വേണ്ടേ? എന്നാ തിന്നണ്ട. അത് വെള്ളം നനഞ്ഞ ദേഷ്യാണ്. വെള്ളം എന്ന് പറഞ്ഞത് പറ്റൂല. കഴുകാണ്ട് കൊതു കടിച്ചിട്ട് അങ്ങനെ ഡാൻസാണ്. വൈകുന്നേരം ആകുമ്പോൾ ഡാൻസ് കൊടുക്കും അല്ലേ? എന്നാൽ എൻ്റെ ദോശ തിന്നാത്തേ? എന്റെ ദോശ തിന്നാത്തേ? തിന്നോ? അയ്യോ, വീഡിയോ എടുത്തത് ഇഷ്ടായിട്ട്. കുളിപ്പിക്കണ. ഇതൊക്കെയാണ് രാവിലത്തെ നമ്മളെ കുഞ്ഞുട്ടിന്റെ പണി. വേസ്റ്റെല്ലാം ഇതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മളെ കൊല്ലിൻ്റെ കൂടും കൊല്ലിൻ്റെ കാലിലൊന്ന് കഴുകണം. രാവിലെ മുഖം കഴുകണം. മുഖം കഴുകണം. ഉറക്കം പോട്ടെ. നല്ല മഴ വരുന്നുണ്ടല്ലോ. ഇങ്ങനെയായാൽ ശരിയാവില്ല. ഒരൊറ്റ സാധനം തിന്നുന്നില്ല. രാവിലെ കഷ്ടപ്പെട്ട് മുറിച്ച ചക്ക തിന്നുന്നില്ല. ഒന്നും തിന്നുന്നില്ല. ഭയങ്കര എന്ത് മഴയായാലും വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രശ്നമില്ലേ? വൃത്തിയാക്കണ്ടേ? കിട്ടണം. ബാക്കിലെല്ലാം ചളിയാണ്. കാട്ടിലൊന്നും പോയി കിടക്കണ്ടേ? ഇനി വൃത്തിയാക്കിയാലേ നിന്നെ റൂമിൽ കയറ്റൂ. വൃത്തിയാക്കിയാലേ റൂമിൽ കയറ്റൂ. ചെവിയിലും വെള്ളായാ? ഓ ഇല്ല. തണുത്തു. സാരില്ല. ഇല്ല. വൃത്തിയാവേണ്ടേപ്പാ. എന്നാലല്ലേ നിന്നെ റൂമിലെല്ലാം കയറ്റാൻ പറ്റൂ. നിങ്ങനെ വെറുതെ ചളിയിൽ പെരുകുന്നേ.
ചളിയിൽ ഇതാ മോട്ടറിൽ വെള്ളം തീർന്നോ? ഇല്ല ഇല്ല കുറേ ദിവസമായി വിചാരിക്കണം കുളിപ്പിക്കണം. ഇല്ല 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 തിന്നോ തിന്നോ തിന്നോ. ഇപ്പൊ കുളിപ്പിച്ചു, അവളെ കുളിപ്പിച്ചു. അമ്മേ കറണ്ടില്ല, മോട്ടറിൽ വെള്ളം തീർന്നു, കറണ്ടില്ല. വലിയ മഴ വരുന്നുണ്ട്, വലിയ മഴ. ഗുഡ് 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 മഴ വരുന്നുണ്ട്, വലിയ മഴ വരുന്നുണ്ട്. സൂപ്പർ സോണിക് മഴ വരുന്നുണ്ട്. നമുക്ക് ഇന്ന് പവിത്രന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സഖാവ് പവിത്രന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. സഖാവ് പവിത്രന് വലിയ മഴയത്ത് മോട്ടറിൽ വെള്ളം തീർന്നു, കറണ്ടില്ല. അപ്പോൾ അതങ്ങനെ കേട്ടക്കട്ടെ. പവിത്രനെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. വരിക്ക ചക്കയാണ്, ചക്ക പറിക്കാത്ത ദിവസങ്ങളില്ല. മഴ വന്നു. പിന്നെ സഖാവ് പവിത്രന് പോക്സോ കേസിടണം. എന്താണെന്നറിയാം, ഈ സഖാവ് പവിത്രനെ പോലെയുള്ള കുറേ ആൾ സർക്കാർ ഓഫീസിലുണ്ട്. സഖാവ് പവിത്രനെ പോലെയുള്ള ആൾക്കാർ. പക്ഷെ പല സ്ത്രീകളും മിണ്ടാത്തതാണ്. സഖാവ് പവിത്രനെ പോലെ പലയാളും സർവീസിലുണ്ട്, പക്ഷെ ആര് പേടിച്ചിട്ട് മിണ്ടൂല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പ്രമോഷൻ, ട്രാൻസ്ഫർ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ പഠിപ്പ്, സർവീസ് സംഘടനേൻ്റെ ഭീഷണി കാരണം സഖാവ് പവിത്രനെ പോലെയുള്ള ആളെ കേസിൽ ആരും മിണ്ടൂല. ഇപ്പം ശവത്തിനെ അപമാനിച്ചു, അത് ഫേസ്ബുക്കിലിട്ടത് കൊണ്ടല്ലേ ജനങ്ങൾ പ്രതികരിച്ചത്. ഈ ജനങ്ങൾ അറിയാതെ സർക്കാർ ഓഫീസിൽ പല പവിത്രന്മാരും ഉണ്ട്. സർക്കാർ ഓഫീസിൽ ഇതിലും ഗുരുതരമായ സംഘടനാ നേതാക്കന്മാരായ പവിത്രന്മാരുണ്ട്. അവർക്കെതിരെ പ്രതിഷേധിച്ചതാണ് ഇന്ന് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ശിക്ഷ. ചജ് എൻ്റെ ശിക്ഷേൻ്റെ പേര് ചജ് പെൻഷൻ. അപ്പോൾ ഈ ചജ് പെൻഷൻ വന്ന സമയത്ത് ഞാൻ സഖാവ് പവിത്രനെ പോലെയുള്ള നേതാക്കന്മാരെ പിറകെ പോയിട്ട് കാല് പിടിക്കണം. അന്നേരം അവർ പിടിക്കുന്ന സ്ഥലം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ആ സഖാക്കന്മാരെ കാല് പിടിക്കാൻ പോവാത്തത് കൊണ്ടും മോട്ടറിൽ വെള്ളം തീർന്നപ്പോൾ പ്രകൃതി തന്നു. സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് പ്രകൃതി ഉണ്ടാവുന്നില്ലത് സത്യമാണ്. മഴ പെയ്യാനും വെയിലുദിക്കാനും ഉള്ള കഴിവുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഒരു ദിവസം പുറത്തേക്ക് വരും. അത് 100% അപ്പീലില്ലാത്ത കേസാണ്. അത് നമുക്ക് അപ്പീലില്ലാത്ത കേസാണ്. അപ്പം ഈ സഖാവ് പവിത്രനെ പോലെയില്ലേ, ശവത്തിനെ പോലും വെറുതെ വിടാത്ത സഖാവ് പവിത്രൻ അപമാനിച്ച് സെക്സ് പറഞ്ഞ് ജാതി പറഞ്ഞ് അപമാനിച്ച സ്ത്രീക്ക് 10 വയസ്സിൽ താഴെയുള്ളൊരു മോളാന്ന് തോന്നുന്നു ഉണ്ട്. ആ മോള് പിന്നെ ഈ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണും. അത് പോക്സോ ആണ്. കുറേ സംഘടനാ നേതാക്കന്മാർ പോക്സോ കേസ് എടുക്കേണ്ടവർ ഇവിടെയുണ്ട്. എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ എന്നെ ദ്രോഹിച്ചത് കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പോക്സോ ആണ്. പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളിലെ പേരൻസിനോ അല്ലെങ്കിൽ ആ ഇതിൽ സംരക്ഷണയിൽ കഴിയുന്ന വീട്ടുകാരോ സർക്കാർ ജീവനക്കാരോ പോലീസോ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പോക്സോ ആണ്. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ കയറിയിട്ട് തെമ്മാടിത്തരം കളിക്കുന്നത് പിന്നെ അവരെ സെക്ഷലി ഹരാസ്മെന്റ് മാത്രമല്ല പോക്സോയിൽ വരുന്നത്. ഈ പവിത്രൻ ചെയ്ത തെമ്മാടിത്തരം പോക്സോ ആണ്. പവിത്രൻ എന്തുകൊണ്ട് സംഘടനാ നേതാക്കന്മാരും എന്തുകൊണ്ട് പവിത്രന്റെ മന്ത്രി പവിത്രനെതിരെ നടപടി എടുക്കാത്ത? എന്താ കലക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് പിരിച്ചുവിടാത്ത? വാർത്ത മുങ്ങിയ ഈ എന്നെ പോലെയോ
നിലമ്പൂരിലെ പ്രേമേനെ പോലെയോ കുറേ ലേഡീസ് എന്നെ വിളിക്കുന്നുണ്ട്, പവിത്രൻ എന്തായി, പവിത്രൻ എന്തായി. എല്ലാവരും കൂടി പ്രതികരിക്കണം, സ്ത്രീകൾ പ്രതികരിക്കണം. ഇനി പവിത്രന്മാര് സർവീസിൽ വേണ്ട, രായന്മാര് സർവീസിൽ വേണ്ട, രായന്മാരും പവിത്രന്മാരും പിന്നെ ഇനി സർവീസിൽ വേണ്ട. ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്, ഗുരുതരമായ തെറ്റാ ചെയ്യുന്നത്. സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം, അതിശക്തമായ നടപടി എടുക്കണം. അതായത് ഒരാളെ സസ്പെൻഷൻ ആക്കാനോ, ഒരാളെ ശമ്പളം തടഞ്ഞു വെക്കാനോ, ഒരാളെ അനധികൃതമായിട്ട് പറയാനോ. ഇപ്പം എൻജിനീയറിംഗ് കോളേജിൽ ചില ഗ്രൂപ്പിലെല്ലാം എൻജിനീയറിംഗ് കോളേജിൻ്റെ ഖ്യാതി, അതായത് മോശമായ രീതിയിൽ എന്നെപ്പോലെയുള്ള ആളെല്ലാം പറഞ്ഞു എന്നുള്ളത് അവർ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഞാനൊന്നുമല്ല എൻജിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞ തുടക്കൂട്ടത്. ഒന്നാമത് പറഞ്ഞത് എൻ്റെ ചുമര എഴുതിയ ആൾ. ബാക്കി NGO യൂണിയനും KGO ആണ് കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിൻ്റെ എല്ലാ കഥയും പുറത്തേക്ക് കൊണ്ടുവരാൻ ആള്. കാരണം അവരാണ് പ്രതിനെ കൂട്ടുനിന്നത്, അവരാണ് പ്രതിക്കെതിരെ കൂട്ടുനിന്നിട്ട് ഇത്രയും വൃത്തികേട് പുറം ലോകം അറിയാൻ ഇടവന്നത്. ഇവരാണ് പ്രതിക്കെതിരെ കൂട്ടുനിന്നിട്ട് ഇത്രയും പ്രശ്നം, അതായത് ഇത്രയും ഗുരുതരമായ പ്രശ്നം പുറം ലോകം അറിയാൻ ഇടവന്നത് ഈ പിന്നെ KGO NGO നേതാക്കന്മാർ പ്രതിനെ കൂട്ടുപിടിച്ചതുകൊണ്ടാണ്. പിന്നെ പരാതിക്കാരിൻ്റെ സത്യസന്ധമായ അവസ്ഥ അവർ ചോദ്യം ചെയ്യാനും അവനെതിരെ നടപടിയെടുക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ എനിക്കെതിരെ ഒപ്പ് ശേഖരിച്ചില്ലെങ്കിൽ, എന്നെ ട്രാൻസ്ഫറും സസ്പെൻഷനും ഇല്ലാത്ത വൃത്തികേട് പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അവനെ പോലീസ് കൈകാര്യം ചെയ്യും. പോലീസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കും, അത് ഞാൻ ചെയ്യിപ്പിക്കും. അതിലൊരു സംഘടനാ നേതാക്കന്മാരും ഇടപെടരുത്. ഞാൻ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംഘടനാ നേതാക്കന്മാർ ഒരു തരത്തിലും ഇടപെടരുത്. അതെൻ്റെ ജോലി ചെയ്യാനും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നെ ഇല്ലീഗലായിട്ട് ട്രാൻസ്ഫർ അടിക്കും, സസ്പെൻഷൻ അടിക്കും. എനിക്ക് ഒരുപാട് കുറ്റാരോപണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഓർഡറിലുണ്ട് മുഖ്യമന്ത്രി ചീത്ത പറഞ്ഞു, ഓരോ ഓർഡറിലുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചു എന്ന്. പല കാരണം. ഒരു സസ്പെൻഷന് 100 കാരണം അടിച്ചിറക്കുന്നു. ഒരു സസ്പെൻഷന് ഒരു കാരണമല്ലേ അടിച്ചിറക്കുക, 100 കാരണം അടിച്ചിറക്കുന്നത്. അതുമല്ല, അർഹതയില്ലാണ്ട് അവിടെ കയറി ഇരുന്നവനാണ്, അർഹതയില്ലാതെ സീറ്റ് കയറി ഇരുന്നവനാണ് ഓർഡർ ഇറക്കുന്നത്. ആ ഓർഡറിന് എന്ത് വാലിഡിറ്റി? അർഹതയില്ലാത്തവൻ സീറ്റ് കയറി ഇരുന്നിട്ട് തെമ്മാടിത്തരം കളിക്കുന്നതിന് എന്ത് വാലിഡിറ്റി? സീനിയോറിറ്റി മറികടന്നിട്ട് സീറ്റിൽ ഇരുന്നിട്ട് തെമ്മാടിത്തരം അടിച്ചു വിടുന്നു KGOൻ്റെ നേതാവ്. അവനെ എഴുതിയതിന് എന്ത് വാലിഡിറ്റി? നായ്ത്തീട്ടത്തിന് തുല്യല്ല അവനെ എഴുതിയത്, അവനും അവൻ്റെ ആൾക്കാരും. നായ്ത്തീട്ടത്തിന് തുല്യല്ലേ, നായ്ക്കല്ലേ, നായ്ത്തീട്ടത്തിന് തുല്യാന്നവൻ. ആ താൽക്കാലികൻ അവിടെ ഇരുന്നിട്ട് ഇറക്കിയ ഓർഡർ എല്ലാം നായ്ത്തീട്ടത്തിന് തുല്യം. അതുകൊണ്ട് ഇവരാരും കളിച്ചിട്ട് കാര്യമില്ല, ഇവരാരും കളിച്ചിട്ടൊരു കാര്യമില്ല. കൂട് കഴുകിയതിനോടെ വെള്ളം തീർന്നു. പിന്നെ ഇവന്മാർ വെള്ളമടിച്ച് കോഴിക്കാലും വലിച്ച് അവിടെ ഇരിക്കുകയെന്ന് മഴയത്ത്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും ജോലി ചെയ്യാത്തപ്പോഴും എല്ലാം അധ്വാനിക്കുന്നുണ്ട്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഭാര്യേൻ്റെ പേരിൽ ചെയ്യുന്നില്ല, സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് വീട് വെക്കുന്നില്ല, സഖാക്കന്മാരെ ലോൺ എടുത്തിട്ടും പണയം വെച്ചിട്ടും ഒരാധാരത്തിൻ്റെ മേലെ 100 ആളെ പേരിൽ ലോൺ എടുത്ത് സഖാക്കന്മാർ ചെയ്ത പണിയൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല സ്ത്രീകൾ. എന്തിനാ നമ്മളെ നേരെ കയറുന്നത്? കേരളത്തിലെ എത്ര സഹകരണ ബാങ്കിൽ നിന്ന് മുക്കിയിട്ടുണ്ട്? എത്ര സഹകരണ ബാങ്കിൽ നിന്ന് സഖാക്കന്മാർ ഒരാധാരത്തിൻ്റെ മേലെ 10 ലോൺ എടുത്തിട്ടുണ്ട്? എത്ര ആളെ സ്വർണം മുക്കിയിട്ടുണ്ട്? എന്തെല്ലാം തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്? കറണ്ട് വന്നു. എന്തെല്ലാം തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്? ഇതെന്താ ആരും കേരളത്തിൽ ചോദിക്കാത്ത? എന്തിനാ സാധാരണ സ്ത്രീകളെ നേരെ ഉളുപ്പില്ലാണ്ട് കയറുന്നത്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ച ഒരു സസ്പെൻഷൻ അടിക്കുമ്പോൾ രായൻ്റെ കാക്ക് വീണിട്ട് ഞാൻ അങ്ങ് നക്കാൻ പോകുന്നോ? അത് നിൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ വിചാരിച്ചാൽ മതി, നിൻ്റെ ചത്ത അച്ഛൻ. നീ ആദ്യം സഹകരണ ബാങ്കിൽ നിന്ന്
നേതാക്കന്മാർ പിരിച്ചെടുത്ത പണം ഇല്ലീഗലായിട്ട് ലോൺ എടുത്ത പണം പിരിച്ചെടുക്കടാ നീ വലിയ സഖാവാണ്, നീ KGOൻ്റെ നേതാവാണെങ്കിൽ നീ അവരെ പിന്നെ പണം പിരിക്ക്. നീ പിന്നെ മുക്കുവണ്ടം വെച്ച സഖാക്കന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടാ. സ്വർണം ലോക്കറിൽ വെച്ചത് തിരിമറി ചെയ്തതിൻ്റെ മേലെ നീ പിന്നെ നിയമ നടപടി എടുക്കാൻ പോട്. നീ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്, നീ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം ചെയ്. നീ തെമ്മാടിത്തരല്ലേ ചെയ്യുന്നത്? നീ ഒന്നുമല്ലാത്ത സ്ത്രീകളെ നേരെ ഒരു എച്ചി ഒപ്പിട്ടിട്ട് പവിത്ര, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പവിത്രനുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ പവിത്രൻ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യേൻ്റെയും നിന്റെ അമ്മേൻ്റെയും നിന്റെ പെങ്ങളെ സംസ്കാരമല്ല നാട്ടിലുള്ള എല്ലാ പെങ്ങൾക്കും, എല്ലാ ഭാര്യക്കും, എല്ലാ അമ്മക്കും, എല്ലാ ലേഡീസിനും. മനസ്സിലായോ? താൽക്കാലിക നിന്റെ അമ്മേൻ്റെയും നിന്റെ പെങ്ങളും നിന്റെ ഭാര്യേൻ്റെയും സംസ്കാരമല്ല നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും. ഒരുപാട് അനീതി നടത്തുന്നുണ്ട് നിന്റെ പാർട്ടിയും നിന്റെ സംഘടനയും നിന്റെ NGO യൂണിയനും KGOയും. എത്ര പണമുണ്ട് സഹകരണ സ്ഥാപനത്തിൽ KGOയും NGO യൂണിയനും അടക്കാൻ? എന്തെല്ലാം അഴിമതി നിന്റെ പാർട്ടി നടത്തുന്നുണ്ട്. നീ എന്തുകൊണ്ട് അതൊന്നും കണ്ടുപിടിക്കാത്ത? നീ താൽക്കാലികമായിട്ട് കയറി ഇരുന്നിട്ട് ഒപ്പിട്ടിട്ടേക്കാൻ നീ ആരി? നീ എന്താ വിചാരിച്ചത്? എന്തെങ്കിലും ഒരു പ്രശ്നമാക്കുമ്പോൾ ഞാൻ വേഗം കെട്ടിത്തൂങ്ങുന്നോ? നീ എന്താടാ വിചാരിച്ചത്? എഞ്ചിനീയറിംഗ് കോളേജിലെ പവിത്രൻ എന്താ വിചാരിച്ചത്? കുറേ പവിത്രന്മാരുണ്ട് സർക്കാർ സർവീസിൽ, കുറേ പവിത്രന്മാരുണ്ട് ഈ സർക്കാർ സർവീസിൽ, കുറേ പവിത്രന്മാരുണ്ട് ഈ സർക്കാർ സർവീസിൽ. പ്രതിഷേധിക്കും, മരണം വരെ പ്രതിഷേധിക്കും. നീ എന്താ എഞ്ചിനീയറിംഗ് കോളേജിലെ പവിത്രന്മാരെന്ത് വിചാരിച്ചു? ഒളി ക്യാമറ വെക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ പോലീസുകാരന്മാരെന്ത് വിചാരിച്ചു? തളിപ്പറമ്പിലെ പോലീസ് എമ്മമാരും പയ്യന്നൂർ സ്റ്റേഷനിലെ പോലീസ് എമ്മമാരും എന്ത് വിചാരിച്ചു? നിങ്ങളെ പേടിച്ചു പോന്ന പെണ്ണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കേരളം മുഴുവൻ KGOൻ്റെയും NGO യൂണിയൻ്റെയും പോലീസിൻ്റെ തെമ്മാടിത്തരത്തിനെതിരെ ഇറങ്ങും. കേരളം മുഴുവൻ ഇറങ്ങും. ഇനിയും വരുന്നുണ്ട് 2 ലക്ഷം. അതിന് പ്രവർത്തിക്കണം. പിരിച്ചുവിട്, സർവീസിന് പിരിച്ചുവിട്. ആണത്തുണ്ടെങ്കിൽ KGOൻ്റെയും NGO യൂണിയൻ്റെയും പേര് പറഞ്ഞ് നടക്കുന്ന പവിത്രന്മാരെ എന്നെ സർവീസിലേക്ക് തിരിച്ചെടുക്കരുത്. ആണത്തുണ്ടെങ്കിൽ എന്നെ സർവീസിലേക്ക് തിരിച്ചെടുക്കരുത്. എനിക്ക് പൊതുവെ ഇറങ്ങണം. എനിക്ക് നിങ്ങളെ തെമ്മാടിത്തരം പറയാൻ ഇറങ്ങണം. ഇനി നിങ്ങൾ വെട്ടുന്നവർ, നിങ്ങൾ കെട്ടി തൂക്കുന്നവർ, എനിക്ക് നിങ്ങളെ തെമ്മാടിത്തരം പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങണം. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങണം. വരുന്നുണ്ട് 2 ലക്ഷം. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരിക്കുന്നതും മാപ്രകളെ തടയാനുമല്ലേ നിങ്ങൾക്ക് പറ്റൂ. ഇനിയും വരുന്നുണ്ട് മക്കളെ, പവിത്രന്മാരെ ഇനിയും വരുന്നുണ്ട്. സർക്കാർ ജീവനക്കാരായ ദരിദ്രവാസികളെ, സെക്സിന് ദാരിദ്ര്യമുള്ളവരെ, സർക്കാർ ജീവനക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യമാണ്. സർക്കാർ ജീവനക്കാരെ ലൈംഗിക ദാരിദ്ര്യമാണ്. കമൻറ്റ് വഴിയും പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നതിന് കൂട്ടുനിന്നിട്ടും സസ്പെൻഷൻ അടിച്ചിട്ടും ട്രാൻസ്ഫർ അടിച്ചിട്ടും തീർക്കുന്നത് പവിത്രന്മാരെ ലൈംഗിക ദാരിദ്ര്യമാണ്. ഞാനിത് 6 മാസം മുന്നേ ഇട്ടതാണ്. സർക്കാർ ജീവനക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ട്. NGO KGO നേതാക്കന്മാർക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ട്. സർവീസ് സംഘടനാ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ലൈംഗിക ദാരിദ്ര്യമുണ്ട്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മന്ത്രിമാരെ ആലോചിച്ചോ? പവിത്രന്മാരില്ലവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ ആലോചിച്ചോ? പോലീസുകാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ ആലോചിച്ചോ? ഇവർ ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണ്. കരുവള്ളൂർ വന്ന പോലീസുകാരൻ പറയുന്നത് ഞാൻ എന്തിനും വരുമെന്ന്. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. ഞാൻ എന്ത് കാര്യത്തിനും വരുമെന്ന്. അവൻ്റെ മൊബൈലിൽ വിളിക്കണം പോലും. ആ ലൈംഗിക ദാരിദ്ര്യമുള്ളവൻ പറഞ്ഞത് അവൻ്റെ മൊബൈലിൽ ഞാൻ വിളിക്കണം. അവനാരി? ഓനൊരു തുക്കട ASI, പെണ്ണുങ്ങളെ മാനത്തിന് വില കൽപ്പിക്കാത്തൊരു ASI. അവൻ പറയാം അവൻ്റെ മൊബൈലിൽ വിളിക്കണം. അവൻ ആ അവൻ്റെ വീട്ടിൽ വെച്ചാൽ മതി. അവനെ ഞാൻ മൊബൈലിൽ വിളിക്കണം എന്ന്. എന്താവശ്യത്തിനും വരും, ഏത് കാര്യത്തിനും വരും. നീ മൊബൈലിൽ വിളിക്കണം അയാൾ പറഞ്ഞത് എന്നോട്. നീ എന്നെ മൊബൈലിൽ വിളിക്കണം. നീ എന്നെ വിളിച്ചിട്ടില്ലാന്ന്. പോലീസ് സ്റ്റേഷനിലല്ലേ നമ്മൾ വിളിക്കേണ്ടത്? മൊബൈലിലാണോ നമ്മൾ വിളിക്കേണ്ടത്? 20, 30, 32 വിളിച്ചതാ. അവൻ പറയാം നീ എൻ്റെ മൊബൈലിൽ വിളിച്ചില്ലാന്ന്. അങ്ങനെ ഒരു നിയമമുണ്ടോ? മൊബൈലിൽ വിളിക്കണമെന്ന് നിയമമുണ്ടോ? അത് ഞാൻ ആദ്യമായിട്ട് കേട്ടു കരിവള്ളൂർ വന്നപ്പോൾ. മൊബൈലിൽ വിളിക്കാൻ താല്പര്യമില്ല, നമ്മുടെ സർക്കാർ കൊടുത്ത നമ്പറിൽ വിളിക്കും.
DGP ഓഫീസിലേക്ക് ഒരാൾ പോലും പോയിട്ട് ബസ്സിൻ്റെ പൈസയോ ട്രെയിനിൻ്റെ പൈസയോ കളയരുത്. ഈ കേരളത്തിൽ DGP ഓഫീസിലെല്ലാം ലോകത്തൊരിടത്തും ലേഡീസിന് നീതിയില്ല. DGP ഓഫീസിൽ പോയി ബസ്സിൻ്റെ പൈസയോ ട്രെയിനിൻ്റെ പൈസയോ ഒരു ലേഡീസും കളയരുത്. അവിടെ ഇല്ലേ എല്ലാ ഏമാന്മാരും മറ്റേ ആളെ കുറേ നായ്ത്തീട്ടങ്ങളാണ്. ഇവിടെ കുറേ നായ്ത്തീട്ടങ്ങളാണ്. പട്ടി എന്ന് പറയരുത്, പട്ടിക്കാട്ടങ്ങളാണ് കേരളത്തിലുള്ളത്. കുറേ സർവീസ് സംഘടനേൻ്റെ ഊച്ചാളന്മാരും പവിത്രന്മാർ, പോലീസിലെ പവിത്രന്മാർ, മുഴുവൻ സർക്കാർ ഓഫീസിലും പവിത്രന്മാർ, പാർട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് കുറേ പവിത്രന്മാർ, സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് കുറേ പവിത്രന്മാർ, സർക്കാർ ഓഫീസിൽ മൊത്തം പവിത്രന്മാർ. എനിക്ക് ഇനി ഇത് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അതുകൊണ്ട് എന്നെ സർവീസിൽ തിരിച്ചെടുക്കരുത്. അകാരണമായിട്ട് സർവീസിൽ നിന്ന് പുറത്താക്കി നിങ്ങൾ ഒരു കാരണവശാലും എന്നെ തിരിച്ചെടുക്കരുത്. അത് നിർബന്ധമാണ്. നിങ്ങൾ എന്നെ സർവീസിൽ തിരിച്ചെടുക്ക. നിങ്ങൾ ആർജവം, നിങ്ങൾ ആണത്വം കാണിക്കേണ്ടത് 22 വർഷത്തെ NGO യൂണിയൻ പിരിച്ചെടുത്ത പണം എനിക്ക് തരിക, എന്നിട്ട് എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കുക. അതാണ് നിങ്ങൾ ആർജവം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ വെല്ലുവിളിക്കുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. കേരളമല്ല, ഇന്ത്യയല്ല, അമേരിക്കയല്ല, ലോക രാജ്യങ്ങളിലുള്ള മലയാളീസ് കാണുന്ന എൻ്റെ യൂട്യൂബ് വഴി ഞാൻ ഈ മഴയത്ത് നനഞ്ഞിട്ട് നിൽക്കുന്നത് എൻ്റെ പ്രതിഷേധമാണ്. ഈ മഴയത്ത് നനഞ്ഞ് നിൽക്കുന്നത് ശബ്ദമില്ലാത്ത, തൊണ്ടക്ക് പഴുപ്പുള്ള, ഇൻഫെക്ഷനുള്ള ഞാൻ അന്ന് പോലീസ് വന്ന് തെമ്മാടിത്തരം കാണിച്ചെന്ന് വല്ലാണ്ട് തിരിച്ചു പറഞ്ഞപ്പം വന്നതാ. എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് തൊണ്ടക്ക്. ഞാനിങ്ങനെ നനഞ്ഞിട്ട് ഞാൻ ഈ മഴയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടേ ആടിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് കുളിച്ചിട്ടേ എനിക്ക് കഴിക്കൂ. അപ്പം ഞാൻ ഇത്ര ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നത് CPMൻ്റെ സർവീസ് സംഘടനയിലുള്ള പവിത്രന്മാരെ സമൂഹം തിരിച്ചറിയണം. പോലീസിലില്ലേ DGP ഓഫീസ് മുതൽ ലോക്കൽ സ്റ്റേഷൻ വരെയില്ലേ പോലീസിൻ്റെ അകത്തിരിക്കുന്ന പോലീസ് ഏമാന്മാരിലില്ലേ പവിത്രന്മാരെ, എല്ലാറ്റിലും പവിത്രന്മാരുണ്ട്. അപ്പോൾ ഈ പവിത്രന്മാരെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം. പവിത്രന്മാരെ തിരിച്ചറിയണമെങ്കിൽ പവിത്രന്മാരെ അനുഭവമുള്ള ലേഡീസിനല്ലേ പറ്റൂ. പല ലേഡീസും പവിത്രന്മാരെ അനുഭവമില്ലത് മറച്ചു വെക്കുവാണ്. അപ്പം കുറേ പവിത്രന്മാരെ അനുഭവമുള്ള ലേഡീസ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ പവിത്രന്മാരെയും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പവിത്രന്മാരെയും, സെക്രട്ടേറിയറ്റിലുള്ള പവിത്രന്മാരെയും, DGP ഓഫീസിലുള്ള പവിത്രന്മാരെയും, പാർട്ടീൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന പവിത്രന്മാരെയും, സഹകരണ സ്ഥാപനത്തിലുള്ള പവിത്രന്മാരെയും ഒക്കെ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അതിൽ വെട്ടിയാലും കുത്തിയാലും മരിച്ചാലും നിങ്ങൾ കെട്ടിത്തൂക്കിയാലും എൻ്റെ വിഷയമല്ല. എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. എനിക്ക് പവിത്രന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കണം. എനിക്ക് പവിത്രന്മാർക്ക് വേണ്ടിയിട്ട് തന്നെ ശബ്ദിക്കണം. എനിക്ക് എൻ്റെ സർവീസിൽ നിന്ന് നിങ്ങൾ പിരിച്ചു വിടണം. ഞാനായിട്ട് സസ്പെൻഷൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനായിട്ട് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടില്ല. എഞ്ചിനീയറിംഗ് കോളേജിലെ പവിത്രന്മാരെന്നെ പിരിച്ചുവിട്, NGO യൂണിയൻ്റെ നേതാക്കന്മാരെന്നെ പിരിച്ചുവിട്, KGOൻ്റെ നേതാക്കന്മാരെ പിരിച്ചുവിട്. നിങ്ങൾ ഊളകളല്ലേ ഡീറ്റെയിലുള്ളത്. നിങ്ങൾ ഉച്ചിഷ്ടം തിന്നുന്ന ഊളകളല്ലേ ഡയറക്ടറേറ്റിലുള്ളത്. ഒരു കിളവൻ മിനിയാന്ന് റിട്ടയർഡ് ആയില്ലേ, അവനല്ലേ തെമ്മാടിത്തരം ചെയ്തത്. ഇനി അവന് പെൻഷൻ കിട്ടാത്ത പണി നോക്കണം. അതും ഒരു പവിത്രനാണ്. അപ്പം ഈ പവിത്രന്മാർ ഇനി സർവീസിലും കേരളത്തിലും സർവീസ് സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് സഹകരണ ബാങ്കിൽ പണം മുക്കുന്ന പവിത്രന്മാരും, എംപ്ലോയീസിൻ്റെ സൊസൈറ്റിയിൽ പണം മുക്കുന്ന പവിത്രന്മാരും ഇനി ഈ നാട്ടിൽ വേണ്ട. അത്രേ പറയാനില്ലൂ. സർവീസ് സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് പണം മുക്കുന്ന, ബാങ്കിൽ നിന്ന് വീട്ടിൽ വന്ന് ദ്രോഹിക്കുന്ന, ഇല്ലാത്ത ലോണിൻ്റെ പേരിൽ മെസ്സേജ് അയക്കുന്ന, നികുതി അടച്ചതിൻ്റെ മേലെ തന്നെ നികുതി അടപ്പിക്കുന്ന പവിത്രന്മാർ ഇനിയുടെ വേണ്ട. അങ്ങനെയില്ല പവിത്രന്മാരെ കാര്യം കേരളത്തിൽ മൊത്തം പറയണം. അങ്ങനെയില്ല പവിത്രന്മാർ ഈ ഭൂമിയിൽ ഇനി വേണ്ട. അങ്ങനെയില്ല പവിത്രന്മാർ വീട്ടിലിരിക്കണം, ഭൂമിയിൽ വേണം. കാരണം അവർ ഈ ചെയ്ത തെമ്മാടിത്തരത്തിനില്ല തിരിച്ചടി ഭൂമിയിൽ അന്തസ്സായിട്ട് വീട്ടിലിരുന്നിട്ട് കാണണം. ഭൂമിയിൽ വേണം, ഇവർ ഭൂമിയിൽ വേണം, ഇവർ കാണണം. ഇവർ ചെയ്ത തെമ്മാടിത്തരത്തിന് ജനങ്ങൾ പ്രതികരിക്കുന്നത് കാണാൻ ഈ പവിത്രന്മാരെല്ലാം വീട്ടിൽ വേണം. ഇവർ സർവീസിലും കൂടി പാടില്ല. DGP ഓഫീസ് മുതൽ ലോക്കൽ സ്റ്റേഷൻ വരെ പവിത്രന്മാർ, സർവത്ര സർക്കാർ ഓഫീസിലും പവിത്രന്മാർ, സഹകരണ ബാങ്ക് മൊത്തം പവിത്രന്മാർ, പാർട്ടീൻ്റെ പേര് പറഞ്ഞ് നടക്കുന്നത് മൊത്തം പവിത്രന്മാർ.
NGO യൂണിയനും KGOയിലും പവിത്രന്മാർ. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പിന്നെ പ്രശ്നം പിന്നെ പരസ്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു വലിയ പവിത്രനാണ്. ഒരു തെമ്മാടിയായ ഒരു താൽക്കാലികമായിട്ട് ഇരുന്ന് കുറേ താൽക്കാലികന്മാരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് കോളേജിൽ. പക്ഷെ അതിൽ ഒരു താൽക്കാലികനാണ് പിന്നെ ഒറിജിനൽ പവിത്രനാണ് അവിടെ ഇരുന്നത്. എവിടെ? എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ താൽക്കാലികമായിട്ടിൻ്റെ ചെയറിൽ ഇരുന്നത് ഒറിജിനൽ പവിത്രനാണ്. ഇങ്ങനെയുള്ള പവിത്രന്മാർ സമൂഹത്തിൽ വേണ്ട. 500 ലേഡീസ് എന്നെ വിളിച്ചിട്ടുണ്ട്. 500 ലേഡീസ് ഇതുപോലുള്ള പവിത്രന്മാർ സർക്കാർ ഓഫീസിലുണ്ട്. നിങ്ങൾ പ്രതികരിച്ചതിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പവിത്രന്മാർ ശല്യം ഉണ്ടായ സ്ത്രീകൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് പിരിച്ചുവിട്ട് ഫ്രീ ആക്കാം. പിന്നെ കുറേ വീഡിയോയിലായി NGO യൂണിയൻ പിരിച്ചെടുത്ത പണം ചോദിക്കുന്നു. അവർ വീട് കെട്ടാനും അവർ പെണ്ണ് പിടിക്കാനും അവർ കള്ളു കുടിക്കാനും അവർ സമ്മേളനം എന്ന് പറഞ്ഞിട്ടും അവർ NGO യൂണിയൻ്റെ സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞിട്ടും അവർ വെറുതെ ഒന്നും ഒരു സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുത്തനും നടക്കൂല. ഇവർ കൂലിയില്ലാണ്ടല്ല നടക്കുന്നത്. സാധാരണ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടും സാധാരണ ജീവനക്കാരെ ഉപദ്രവിച്ചിട്ട് ഇവർ പണം പിരിച്ചിട്ട് ഇവർ നക്കിയ പൈസ എങ്ങനെ എനിക്ക് തിരിച്ചു തരുക? അതുകൊണ്ട് ഈ കേരള സമൂഹത്തിൽ നിന്ന് പവിത്രന്മാരെ തുടച്ചു നീക്കേണ്ടത് സാധാരണ പൗരന്മാരാവശ്യമാണ്, സ്ത്രീകൾ ആവശ്യമാണ്. റവന്യൂ വകുപ്പിൽ പോന്ന, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന, പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോന്ന സാധാരണ സ്ത്രീകളെയും സാധാരണ ആണുങ്ങളെയും കള്ളക്കേസ് പറഞ്ഞിട്ട് മയക്കുമരുന്നിൻ്റെയും പിന്നെ പോത്തിറച്ചിൻ്റെയും പിന്നെ മാല കെട്ടുമെന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ ശല്യം ചെയ്യുന്ന പവിത്രന്മാരെന്തിനാ സമൂഹത്തിൽ? പവിത്രന്മാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പവിത്രന്മാരെ കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല ഈ സമൂഹത്തിൽ. നമുക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല പവിത്രന്മാരെ കൊണ്ട്. പവിത്രന്മാർക്കെതിരെ കർശന നടപടി വേണം. ഇനിയും വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷനും പിന്നെ മറ്റേ സംസ്ഥാനത്തെ ഇലക്ഷനും ഈ ഇലക്ഷനും എല്ലാം ഇനിയും വരുന്നുണ്ട്. പവിത്രന്മാർക്കെതിരെ ശക്തമായിട്ട് സമൂഹം ശബ്ദിക്കണം. പവിത്രന്മാരെ കർശനമായിട്ട് നമ്മൾ നേരിടണം. അതിന് ഏത് തെരുവിലിറങ്ങിയാലും നേരിടണം. നമ്മൾ എന്ത് മഴ കൊണ്ടാലും നനഞ്ഞാലും പ്രതിഷേധിച്ചാലും പവിത്രന്മാരിനി സമൂഹത്തിൽ വേണ്ട. 22 വർഷത്തെ എൻ്റെ പൈസ തിരിച്ചു തരണം. ബാങ്കിൽ നിന്ന് കട്ടെടുത്ത പണം തിരിച്ചു വാങ്ങട്ടെ ആദ്യം പവിത്രന്മാർ. സാധാരണ സ്ത്രീകളെ നേരെയാണ് ശല്യം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും പിന്നെ മറ്റേ ട്രാൻസ്ഫർ ആക്കാനും പ്രൊമോഷനാക്കാനും തെമ്മാടിത്തരം പറയാനും പിന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കും കൈകടത്തുന്നത് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള പവിത്രന്മാർ, പോലീസ് സ്റ്റേഷനിലുള്ള പവിത്രന്മാർ, DGP ഓഫീസിലുള്ള പവിത്രന്മാർ, റവന്യൂവിലുള്ള പവിത്രന്മാർ, പാർട്ടി ഓഫീസിലുള്ള പവിത്രന്മാർ, NGO KGO എന്ന് പറയുന്ന കുറേ പവിത്രന്മാരെ കൊണ്ട് കേരളത്തിൽ ഒരു തരത്തിലും ജീവിക്കാനാവുന്നില്ല. സാധാരണ ജീവനക്കാർക്ക്, സാധാരണ പോലീസുകാരുടെ അടുത്തായിരിക്കും പോകാനാവുന്നില്ല. ഒരുപാട് പ്രശ്നം പവിത്രന്മാരെ കൊണ്ട് ഈ സമൂഹം നേരിടുന്നുണ്ട്. ആരും പുറത്ത് പറയാത്തതുകൊണ്ടാ. അയാൾ ഫേസ്ബുക്കിലിട്ടത് കൊണ്ടല്ലേ ജനങ്ങൾ പ്രതികരിച്ചത്. ഞാൻ യൂട്യൂബ് വഴി പറഞ്ഞത് കൊണ്ടല്ലേ പ്രതികരിച്ചത്. എന്നെ പിരിച്ചുവിട്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലിരുന്ന താൽക്കാലികനായ പവിത്രൻ എന്നെ പിരിച്ചുവിട്. എല്ലാ പവിത്രന്മാർക്കും ലൈംഗിക ദാരിദ്ര്യമുണ്ട്. ലൈംഗിക ദാരിദ്ര്യമുള്ള പവിത്രന്മാരെ കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നേതാക്കന്മാരെ ഗുണ്ടായിസം കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇനിയും വരുന്നുണ്ട് ഇലക്ഷൻ. സ്ത്രീകൾ പ്രതികരിക്കണം, തിരിച്ച് ശക്തമായിട്ട് പ്രതികരിക്കണം. പവിത്രന്മാർ വേണ്ട, നീതി വേണം. ജോലി ചെയ്യുന്നിടത്ത് നീതി വേണം, പോലീസ് സ്റ്റേഷനിൽ നീതി വേണം, ബാങ്കിൽ നീതി വേണം. ഒരാൾക്കൊരു നിയമം. കട്ടവനെയും കക്കാൻ പ്രേരിപ്പിച്ചവനെയും എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പവിത്രന്മാരിനി വേണ്ട. സർക്കാർ ഓഫീസിലെ ലൈംഗിക ദാരിദ്ര്യവാസികളെ എടുത്ത് പുറത്തിട്ടിട്ട് സമൂഹം അതിന് മറുപടി പറയണം.